ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആവുന്ന ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ഡ്രസ്സാണ് വാങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ്, ഏത് ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓൺലൈൻ ഷോപ്പിങ്ങിന് ഏറ്റവും ബെസ്റ്റ് വെബ്സൈറ്റ് ഏതാണ്, പിന്നെ ഓൺലൈൻ നമുക്ക് കറക്റ്റ് സൈസ് ഓൺലൈനിലൂടെ ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുമോ, ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അത്രയും സേഫ്റ്റി ഉണ്ടോ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ 2 പാർട്ടുകളായിട്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1-ൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാർട്ട് 2-ൽ നമ്മൾ എങ്ങനെയാണ് ഷോപ്പിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോപ്പിങ്ങിന് മുമ്പ് നമ്മൾ വെബ്സൈറ്റും എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പാർട്ട് 1 ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ട് 1-ൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് 3 പോയിന്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഷോപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ബോഡി മെഷർമെന്റ് എടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയി നമ്മൾ ബോഡി മെഷർമെന്റ് എടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റിൽ എങ്ങനെയാണ് സൈസ് ചാർട്ടിൽ നമ്മുടെ ഈ ബോഡി മെഷർമെന്റുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ കറക്റ്റ് ബോഡി സൈസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ ബെസ്റ്റ് ഓൺലൈൻ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതും, ഈ 3 പോയിന്റ്സ് ആണ് ഈ പാർട്ട് 1-ൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൈസ് അറിയുന്നതിന് വേണ്ടി എങ്ങനെ നമ്മുടെ ബോഡി മെഷർമെന്റ് എടുക്കാം എന്നുള്ളതാണ്. ഓരോ ടൈപ്പ് ഡ്രസ്സിനും അത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഏത് ടൈപ്പ് ഡ്രസ്സിനും എങ്ങനെയായിരിക്കും മെഷർമെന്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് മെഷർമെന്റ് എടുക്കേണ്ട ഭാഗങ്ങൾ ഷോൾഡർ, ചെസ്റ്റ് അല്ലെങ്കിൽ ബസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ഫുൾ ലെങ്ത്, ഈ 5 എണ്ണാണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷോൾഡർ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കാൻ നോക്കാം. കയ്യിലുണ്ടാവുന്നത് വളരെ നന്നായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഷോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഷോൾഡർ നമ്മൾ എടുക്കേണ്ടത് ഈ ഷോൾഡർ ടു ഷോൾഡർ ആണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്. അപ്പൊ നമ്മളതിൽ ഇഞ്ച് അല്ലെങ്കിൽ സെന്റിമീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സൈസ് ചാർട്ടില് ഇഞ്ച് സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നമ്മൾ ഇഞ്ചാണ് ഉള്ളതെന്ന് വെച്ചാൽ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഒക്കെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മെഷർമെന്റ് കിട്ടും. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് മെഷർമെന്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ ചെസ്റ്റ് ഓർ ബസ്റ്റ്. അപ്പൊ അതിന്റെ മെഷർമെന്റ് നമ്മൾ ബാക്കിലൂടെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ ടൈറ്റ് ആയിട്ട് പിടിക്കരുത്, കുറച്ച് ലൂസായിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്ന രീതിയിൽ വേണം എടുക്കാൻ. കാരണം ഈ ഒരു സൈസാണ് നമ്മളെ ഫുൾ ലുക്ക് ഡിസൈഡ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലൂസ് ആക്കിയിട്ട് വേണം ഇവിടുത്തെ നമ്മുടെ മെഷർമെന്റ് എടുക്കാൻ. പിന്നെ നമ്മൾ വേറൊരാളെ ഹെൽപ്പോട് കൂടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മെഷർമെന്റ് കിട്ടും. നമ്മൾ ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഡിഫറൻസ് വരും നമ്പറിൽ. അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. മൂന്നാമത് നമ്മൾ മെഷർമെന്റ് എടുക്കാൻ പോകുന്നത് നമ്മൾ വേസ്റ്റ് ആണ്. ഈ വേസ്റ്റിന്റെ മെഷർമെന്റ് വരിക നമ്മൾ പൊക്കിളിന്റെ കുറച്ച് മേലായിട്ടാണ്. അപ്പൊ അതും നമ്മൾ ബാക്കിലൂടെ ഇട്ടിട്ട് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അതും നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കരുത്, കുറച്ചൊരു ലൂസായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വേണം എടുക്കാൻ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കാൻ പോകുന്നത് ഹിപ്പിന്റെ ആണ്. ഈ ഹിപ്പ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത് നമ്മുടെ ഇവിടെ ആയിട്ട് 2 എല്ലുണ്ട്, അതിന്റെ മേലെ വെച്ചിട്ടാണ്. അപ്പൊ അത് ബാക്കിലൂടെ ആണ് എടുക്കേണ്ടത്. ഇതും കുറച്ച് ലൂസായിട്ട് എടുക്കുകയാണ് നല്ലത്. നമ്മളെല്ലാവരും ഇവിടെ താഴെ ഒരു അടിവയർ എന്ന് പറയുന്ന കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ആയിട്ടാണ് ഇത് വെച്ചിട്ട് കറക്റ്റ് മെഷർമെന്റ് എടുക്കേണ്ടത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് മെഷർമെന്റ് എടുക്കേണ്ടത് ലെങ്ത് ആണ്. ലെങ്ത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പാന്റ്, പളാസോ, പിന്നെ സ്കേർട്ട്, അതിന് 3നും നമ്മൾ വേറെ ലെങ്ത് ആണ് എടുക്കുക. അപ്പൊ പളാസോ, ജീൻ, അതുപോലെ സ്കേർട്ട്, അതിന്റെ മെഷർമെന്റ് എടുക്കേണ്ടത് നമ്മളിപ്പോ ഈ പറഞ്ഞ ഈ എല്ല്, ഹിപ്പ്, അത് മുതൽ നമ്മളെ ഞെരിയാണി അല്ലെങ്കിൽ ആങ്കിൾ അതുവരെ. പിന്നെ നമ്മൾ മാക്സി ഡ്രസ്സിന്റെ ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഷോൾഡർ മുതൽ
നെരിയാണി, നമ്മുടെ ആംഗിൾ അതുവരെയാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നതിനൊപ്പം തന്നെ നമ്മളിവിടെ ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പൊ അതും കൂടെ കണ്ടിട്ട് എല്ലാവർക്കും ഒന്നും കൂടെ മനസ്സിലായി തോന്നുന്നു. ഇനി ഇത് രണ്ടും കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ വിത്ത് ഫോട്ടോ നമ്മൾ ആ മെഷർമെന്റ് എടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് മനസ്സിലാക്കാം ഒന്നുകൂടെ. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സൈസ് ചാർട്ട്. അതെങ്ങനെയാണ് നമ്മളിപ്പോ ഈ എടുത്തു വെച്ചിട്ടുള്ള മെഷർമെന്റ് വെച്ചിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ, നമ്മൾ ഓൺലൈനിൽ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ, അത് ഏത് ഡ്രസ്സ് ആണെങ്കിലും അത് നമ്മൾ സൈസ് സെലക്ട് ചെയ്യുന്നതിന്റെ അവിടെ തന്നെ സൈസ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിൾ വരും. അതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ നമ്മളെ എല്ലാ സൈസ് ഇഞ്ചിലും അതുപോലെ തന്നെ സെന്റിമീറ്ററിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മെഷർമെന്റ്സ് എടുത്തിട്ട് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്ട്രാ സ്മോൾ, സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ വരുന്ന ആ സൈസ് കാറ്റഗറിയിൽ ഏതിലാണ് നമ്മൾ വരുന്നത് നോക്കാം. അപ്പോൾ ഓരോന്നിന്റെ താഴെയും നമ്മുടെ ഇഞ്ചസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഡ്രസ്സിനും ഓരോ സൈസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ടോപ്പ് എടുത്തത് നമുക്ക് സ്മോൾ ആണ് കറക്റ്റ് ഫിറ്റ് ആയതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു മാക്സി ഡ്രസ് എടുക്കുമ്പോൾ നമുക്കത് മീഡിയം അല്ലെങ്കിൽ ലാർജ് ആയിരിക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ സൈസ് സ്മോൾ അല്ലെങ്കിൽ മീഡിയം തന്നെ ആയിക്കോളണമെന്നില്ല. അത് ഓരോ ഡ്രസ്സിന്റെ വെറൈറ്റി അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ നമ്മളെ കയ്യിൽ ഈ മെഷർമെന്റ് നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്തിട്ട് നമ്മളെ സൈസ് കറക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് ഷോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ബോഡി മെഷർമെന്റ് എടുക്കാനും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നമ്മുടെ കറക്റ്റ് സൈസ് സെലക്ട് ചെയ്യുക എങ്ങനെയെന്നുള്ളത് പഠിച്ചോന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ ടോപ്പിക്കിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഏതൊക്കെയാണുള്ളത്. അപ്പൊ നമുക്ക് ഈ പോപ്പുലർ വെബ്സൈറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വേണ്ടത് സേഫ്റ്റി, അതുപോലെ തന്നെ ആ ഒരു സെക്യൂർ ഫീൽ. അപ്പൊ അതിന് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പുകൾ തന്നെ ചൂസ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഞാൻ 4 വെബ്സൈറ്റുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്: മിന്ത്ര, ആമസോൺ, ഏജിയോ, ഫ്ലിപ്കാർട്ട്. ഈ 4 വെബ്സൈറ്റുകൾക്കും ആപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ 4 ആപ്പുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ സൈൻ അപ്പ് ചെയ്യാന്നുള്ളത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മള് ആപ്പില് ഗസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ സൈൻ അപ്പ് ചെയ്യാന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മളെ ഇമെയിൽ ഐഡിയും അതുപോലെ ഒരു സ്ട്രോങ് പാസ്വേഡും കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ആപ്പില് സൈൻ അപ്പ് ചെയ്യാം. അപ്പൊ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഓഫേഴ്സ്, ഇപ്പോ ഓരോ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് വരുമ്പോഴ് നമുക്ക് കറക്റ്റ് ഇമെയിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നമുക്ക് അപ്പോൾ ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനും എല്ലാത്തിനും ഈ ആപ്പിൽ നമ്മൾ സൈൻ അപ്പ് ചെയ്താൽ പറ്റും. അപ്പൊ നമ്മൾ എല്ലാ ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ സൈൻ അപ്പ് ഓപ്ഷൻ എന്നുള്ളത് വരണം എന്നില്ല. ചിലത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൈൻ അപ്പ് എന്ന് വരും. അതല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ മീ അല്ലെങ്കിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മളെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ വിത്ത് ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് സൈൻ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഷോപ്പ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബോഡി മെഷർമെന്റ്, അതുപോലെ തന്നെ സൈസ് ചാർട്ടിൽ എങ്ങനെയാണ് നമ്മൾ എടുത്ത മെഷർമെന്റ് ചെക്ക് ചെയ്യുക, പിന്നെ ഏതൊക്കെയാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പൊ മെഷർമെന്റ് ഒക്കെ എടുത്തു, ഇനി എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് കാറ്റഗറി ചെക്ക് ചെയ്യുക ഡ്രസ്സുകളുടെ എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇത് 2 കാറ്റഗറി ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ടോപ്പിക് സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു.